സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2026 സമസ്ത പാദവാർഷിക പരീക്ഷ 1ാം ക്ലാസ് തഫീമുത്തിലാവ എഴുത്തു പരീക്ഷയുടെ ഇന്ന് നടന്ന ചോദ്യപേപ്പറിൻ്റെ വിശകലനമാണ്. വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് ദിവസമായി കുട്ടികളെ പ്രയാസപ്പെട്ട് രക്ഷിതാക്കൾ പഠിപ്പിക്കുന്നു. രക്ഷിതാക്കൾക്കുണ്ടാവും ഏത് രൂപത്തിലാണ് ചോദ്യം വന്നത് എന്നറിയാനുള്ളൊരു താല്പര്യമുണ്ടാകും. അത് കണക്കിലെടുത്തും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഏതൊക്കെ എഴുതി എന്നുള്ളതും ഇനി എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതവർക്ക് പ്രയാസമായി കാണാനും നമുക്ക് കൂടുതലായി അതിനെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാനും പറ്റുമല്ലോ. ആ നിലക്കാണ് വീഡിയോ ചെയ്യുന്നത്. മറ്റുള്ള ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യരുത്. ഇനി ഒന്നാമത്തത്, പദങ്ങൾ ചിത്രങ്ങളുമായി യോജിപ്പിച്ചു അവയുടെ പേരുകൾ എഴുതാം എന്നതാണ്. ഇത് വളരെ എളുപ്പമുള്ളതാണ്. കഴിഞ്ഞ പരീക്ഷ അല്പം പ്രയാസമായിരുന്നു എന്നാണ് എല്ലാ രക്ഷിതാക്കളും കമൻറ്റിലൂടെ കുറേ രക്ഷിതാക്കൾ അറിയിച്ചത്. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുകൂടെ നിങ്ങൾ അറിയിക്കുക. ഇതെല്ലാവർക്കും എളുപ്പമായിരിക്കുമെന്നാണ് കരുതുന്നത്. കാരണം വലിയൊരു പ്രയാസമുള്ളതൊന്നുമില്ല. നമ്മുടെ 14 പാഠങ്ങളിലെ മെയിൻ ഹെഡിങ്ങുകളും അതിൻ്റെ വാക്കുകളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ബൈത്തുൻ എന്നുള്ളതിനവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ബൈത്തുൻ. ഇനി നമുക്ക് കബിതുൻ എന്നുള്ളതിന് നേരെ കരളിലേക്ക് വരയ്ക്കണം. എന്നിട്ട് അവിടെ ആ കബിതുൻ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതും വേണം. പിന്നെ ലബിനുൻ എന്നുള്ളത് ഇഷ്ടികയിലേക്ക് വരച്ചു കൊടുക്കണം. എന്നിട്ട് ലബിനുൻ എന്നുള്ളത് ഇഷ്ടികൻ്റെ നേരെ എഴുതി കൊടുക്കണം. പിന്നെ വന്നിട്ടുള്ള നബുത്തുൻ ചെടിയിലേക്ക് വരച്ച് കൊടുക്കുക. എന്നിട്ട് നബുത്തുൻ ചെടീൻ്റെ നേരെ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ അവസാനത്തത് തമ്പ്രുൻ, നമ്മൾ ഈത്തപ്പഴത്തിലേക്ക് വരച്ചു കൊടുക്കുക. ഈത്തപ്പഴത്തിന് നേരെ തമ്പ്രുൻ എന്ന് എഴുതി കൊടുത്താൽ മതി. എല്ലാ കുട്ടികളും ഇത് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കിയത് ചെയ്തിട്ടുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തത്, പദങ്ങൾ ചേർത്ത് എഴുതാം. നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയ കാര്യമാണ്. പദങ്ങൾ ചേർത്ത് എഴുതുന്നത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. കുട്ടികൾക്ക് അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത്തുബുൻ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തിബുനുൻ എന്നുള്ളതാണ്. അപ്പോൾ അത് 3ഉം കൂടെ കൂട്ടി എഴുതേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ദൽവുൻ എന്നുണ്ട്, പിന്നെ തിബുനുൻ, അങ്ങനെ അത് രണ്ടും ചേർത്ത് എഴുതി കൊടുക്കുക. ഇത് കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മൂന്നാമത്തത് നിറം നൽകാം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു കുട്ടികളെ കയ്യിൽ കളർ കൊടുത്തേക്കണം. അത് നിറം കൊടുക്കാനുണ്ടായിരുന്നു. ന മി എന്നുള്ള 2 അക്ഷരങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൂടെ കൂടുക, സഹായിക്കുക. താഴെ കാണിച്ച ഉദാഹരണങ്ങളിലെ കാഫിന് റൗണ്ട് ചെയ്യാനാണ്. അപ്പോൾ താഴെ അവിടെ 6 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ 6 വാക്കിലും കാഫിന് വട്ടം വരച്ച് കൊടുക്കണം, വൃത്തം വരച്ച് കൊടുക്കണം, റൗണ്ട് ചെയ്യണം. ഒന്നാമത്തേൽ കിബുറുൻ എന്നുള്ളതിൽ മോഡേൺ കാഫാണ്. ആ കാഫിനെ നമ്മൾ വരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അക്കുലുൻ എന്നുള്ള സാധാരണ നമ്മുടെ പാഠത്തിൽ വരുന്ന കാഫാണ്, അവിടെയും വരച്ച് കൊടുക്കുക. യക്തുബു ക്ക് എന്നുള്ളതിന് വരച്ച് കൊടുക്കുക. തെർക്കുൻ എന്നുള്ളത് പദത്തിൻ്റെ അവസാനങ്ങളിൽ വരുന്ന കാഫാണ്. പിന്നെ കിലമുൻ എന്നുള്ളതിൽ കി ആദ്യത്തേത്, മിക്തുൻ എന്നുള്ളതിൽ ക്ക് രണ്ടാമത്തത്. അപ്പോൾ 3 തരത്തിലുള്ള കാഫുകളെ പരിചയപ്പെടുത്തലാണ് ഈ ചോദ്യത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. 3 കാഫും പഠിച്ചിട്ടുണ്ടാകും കുട്ടികൾ. അത് റൗണ്ട് ചെയ്ത് കൊടുത്താൽ അതിനുള്ള നിർദ്ദേശ മാർക്ക് കിട്ടും. ഈ ഒരു പരീക്ഷയിൽ കുട്ടികൾക്ക് മുഴുവൻ മാർക്കും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാദവാർഷിക പരീക്ഷ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലുമായി സഹകരിച്ച എല്ലാ രക്ഷിതാക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു തആല ഫുൾ മാർക്കും നൽകട്ടെ. ഇരുലോകത്തും ഉപകരിക്കുന്ന കൺകുളിർമയുള്ള മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.